പ്രിയമുള്ളവരെ, അർജുൻ മിസ്സായിട്ട് ഇന്നേക്ക് 10 ദിവസമായി. അതിനിടയിൽ നമുക്ക് ഇന്നലെ ശുഭകരമായ ഒരു വാർത്ത കേൾക്കാനിടയായി. ലോറി കണ്ടെത്തിയെന്നുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം, ഇത് ബുള്ളറ്റ് മാനു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ആ ബ്ലോഗർ സാഹസപ്പെട്ട് പകർത്തിയെടുത്ത ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ. നമുക്കൊന്ന് കണ്ടു നോക്കാം, കേട്ടു നോക്കാം. നടന്നിട്ടുള്ള ഇന്നലെ കാണിച്ചതിൻ്റെ ബാക്കി ദൃശ്യങ്ങളും കൂടി വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഭയാനകരമായിട്ടുള്ള ഒരു എന്താ പറയുക, സ്ഫോടനം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ 100% ഉറപ്പിക്കാവുന്ന, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൽക്കാലം ഇന്ന് നിർത്തിവെച്ചിട്ട് നാളെ ഇനിയും തുടരും. എല്ലാവരും ശുഭപ്രതീക്ഷയിലാണ്. ലോറി കണ്ടെത്തി, റഡാർ സിഗ്നൽ, സൈന്യത്തിൻ്റെ റഡാർ സിഗ്നലിലൊക്കെ ലോറി പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോറി കിട്ടി. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്ത് സംഭവിച്ചിട്ട്, ബ്ലാസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഏകദേശം നമുക്കിത് കണ്ടതിൻ്റെ ദൃശ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യത്തിൽ കാണുമ്പോൾ തന്നെ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. ഒരു മനുഷ്യന് പുല്ലുവില പോലും നൽകാതെ ഒരു സർക്കാർ, നമ്മുടെ കേരളത്തിലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചതെങ്കിൽ ഞൊടിയിടയിൽ അത് പരിഹരിച്ചേനെ. ഭയാനകമായ ഈ ഒരു കാഴ്ച കണ്ടിട്ട് വല്ലാത്ത സങ്കടം. ഹിന്ദി കന്നഡ. ഇവരെ വീടാണ് ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇതിനൊക്കെ ലൈനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, അത്രയും ഭയാനകരമായിട്ടുള്ള ഒരു സ്ഫോടനം ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് പുറത്ത് പറയാൻ, നമുക്ക് അങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല എങ്കിലും കൂടിയിട്ട് ഞാൻ പ്രേക്ഷകരായിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാണ് നമ്മൾ. കാരണം അത്രയും, അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 50 മീറ്റർ, അല്ല ഏകദേശം ഒരു 100 മീറ്ററോളം പുഴയിൽ നിന്നും ഇങ്ങോട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഏകദേശം ഒരു 10 മീറ്റർ ഹൈറ്റിൽ, അത്രയും ഉയരത്തിൽ പുഴയിൽ നിന്ന്, ആ പുഴ അന്ന് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. പാനി ആ ഇതൊക്കെ നിങ്ങൾ കേൾക്കണം, മനസ്സിലാവണ്ട. ഈ ഒരു മലക്ക് മുകളിൽ ഈ ഒരു തെങ്ങിന്റെ മുകൾക്ക് വെള്ളം വന്നിട്ടുണ്ടെന്നാ പറയണത്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, കന്നഡ മനസ്സിലാവുന്നവർക്ക് അറിയാം. ഈ തെങ്ങിന്റെ മുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് ഇവിടുത്തെ വീടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ വീടിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം. കല്ലുകളൊക്കെ ചെതറി തെറിച്ച് പോയേക്കാണ് ശരിക്കും. ಸಿಲಿಂಡರ್ ಗಾಡಿ ಹೈವೇಲಿ ಇದ್ದಿದ್ದು, ಹೈವೇಲಿ ಸಿಲಿಂಡರ್ ಗಾಡಿ ಅಲ್ಲಿ ಗುಡ್ಡೆ ಸಿಲಿಂಡರ್ ಗಾಡಿ ಬಿದ್ದು ಎರಡು ಪಾನಿಯಲ್ಲಿ ബ്ലാസ്റ്റ്. ಹಂಗಾದ್ರೆ ಪಾನಿ ಏಟು. അതെ, അത്രയും ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങി വന്നു. ശരിക്കും ഒരു ഭയാനകരമായിട്ടുള്ള രംഗവും ആ സമയത്തുണ്ടായിരിക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ആ സമയത്ത് ഇവർ പറയണ, ദൃക്സാക്ഷികൾ പറയണ എന്താ വെച്ചാല്, പുഴയിൽ വെള്ളം വറ്റി ആ ഒരു നിമിഷത്തേക്ക് അത്രയും ഹൈറ്റിൽ വെള്ളം പോയിട്ടുണ്ട്. നമുക്ക് പലതും സങ്കല്പിക്കാം. അപ്പം ഗംഗാവലിയില് ഒലിച്ചു പോയി. അതെ, എനിക്കൊരു ലെവലേശം ഞാൻ പറഞ്ഞല്ലോ, കന്നഡ അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ആ പുഴക്ക്, ആ റോഡിന് സൈഡിലായിട്ടുള്ള ഒരു സൈഡ് ഭിത്തി കെട്ടിയിട്ടുള്ളത്. ഈ പാറക്കല്ലുകളാണ് ഈ ഞാൻ ഇന്നലെ കാണിച്ച വീഡിയോയിലും ഇന്നും കാണിക്കുന്ന വീഡിയോയിലും കാണിക്കുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഈ വയലിലൊക്കെ ആയിട്ട് തെറിച്ച് കിടക്കുന്നത്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങളും ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങൾ, അത് അവിടെ എത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് നടന്നിട്ടുള്ളതിൻ്റെ ഒരു ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ വയലിലൂടെ ഒക്കെ ഈ കല്ല് തെറിച്ച് കിടക്കുകയാണ് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഒരു പറയുന്ന പലരും കമൻറ്റ് മുഖേന അറിയിക്കുന്ന കാര്യമുണ്ട്. അത് ആ മണ്ണിടിച്ചിൽ കാരണം മണ്ണിറങ്ങുമ്പോൾ പുഴയിലേക്ക് വെള്ളം തെറിച്ചു എന്ന്. ആ ഒരു വെള്ളം അത്രത്തോളം കയറിയിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം സംഭവിക്കാൻ സാധ്യതയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ മണ്ടയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഓലക്ക് സംഭവിച്ച മാറ്റങ്ങൾ. അവിടെ ഒരു പുകപടലുണ്ടായിട്ടുണ്ട്, ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. അതുപോലെ തന്നെ ആ 2 വീടും നാമാവിശേഷമായി. ഈ കല്ലുകൾ തെറിച്ചിട്ടാണ് ഇതിൻ്റെ, ഈ തെങ്ങിൻ്റെ അടിയിൽ കാണാൻ പറ്റുന്ന പാടുകൾ കാണുന്നുണ്ടാവും നിങ്ങൾ. അത്രയും ഫോഴ്സിൽ വന്ന് അടിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ മരം ഇവിടെ ഉള്ള മരങ്ങളല്ല, ദൃക്സാക്ഷികൾ പറയുന്നത് ആ മലമുകളിലുള്ള മരമാണ് ഇങ്ങോട്ട് തെറിച്ച് വന്നത്.
ഈ തെങ്ങിൻ്റെ ഒക്കെ താഴത്തായിട്ട് കാണുന്നുണ്ടാവും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അതുപോലെ ഈ ഒരു വീട്ടിലുണ്ടായിരുന്ന പിന്നെ സ്ത്രീ അത്രയും ദൂരത്തേക്ക് അത്രയും വെള്ളം വന്നിട്ട് ഒലിച്ചു പോയേക്കാണ്. പുഴയിൽ നിന്നാണ് അവർ ബോഡി കിട്ടിയത്. അതുപോലെ ഈ തെങ്ങിൻ്റെയൊക്കെ സൈഡൊക്കെ മുറിഞ്ഞു പോയിട്ടുള്ളത്. ഒരിക്കലും ഒരു നോർമലി വെള്ളം കയറി വന്നേക്കല്ല. അത് മാത്രമല്ല, ഈ വീടിൻ്റെ മുകളിലേക്ക് ഏകദേശം 5-6 മീറ്റർ ഉയരത്തിലേക്ക് വീണ്ടും വെള്ളം വന്നിട്ടുണ്ട്. ഇതിൻ്റെ തറ മാത്രം, ചുമരുകളൊന്നും പിന്നെ മേൽക്കൂരകളൊന്നും ബാക്കി വെക്കാത്ത രീതിയിലാണ്, അത്രയും ഫോഴ്സിലാണ് വെള്ളം വന്നിട്ടുള്ളത്. സാക്ഷികൾ പറയുന്നത്, അവിടെ സ്ത്രീ പറഞ്ഞത് ഒരു സ്ഫോടനം സംഭവിക്കുന്നു, എന്നിട്ട് ഏകദേശം ആ ഒരു 25 സെക്കൻഡിൻ്റെ ഉള്ളിൽ എല്ലാം തീരുന്നു, പുഴയിൽ വെള്ളം ഇല്ലാതെയാകുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഗ്യാസ് സിലിണ്ടർ വെള്ളത്തിൽ നിന്ന് ലീക്കാവുന്നു. 33 kV ലൈനാണ് ആ പുഴയിലേക്ക് വീണിട്ടുള്ളത്. ആ വീണ സമയത്ത് സ്ഫോടനം സംഭവിച്ചു. ഈ മലകളൊക്കെ കാണിക്കാൻ ഇതിൻ്റെ മുകളിലേക്ക് കാണുന്നുണ്ടാവും നിങ്ങൾ. ഈ മണ്ണ് ഇടിച്ചതിൻ്റെ മുകളിലേക്കാണ് വെള്ളം കയറി വന്നിട്ടുള്ളത്. ഇവിടെയുള്ള കാണുന്ന ഞാൻ കുറച്ച് കല്ലുകളൊക്കെ കാണിക്കാം. ഈ കല്ലുകളൊക്കെ പുഴേൻ്റെ സൈഡിലുള്ള ഭിത്തിയിലുള്ള കല്ലുകളാണ് തെറിച്ച് വന്നിട്ടുള്ളത്. പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായിട്ട് ആരും ഇത് പുറത്ത് വിട്ടിട്ടില്ല. ഞാനും പിന്നെ അത് വീഡിയോ ദൃശ്യങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇത്രത്തോളം പറയുന്നത്. കാരണം അതിൻ്റെ അനന്തരഫലങ്ങൾ എന്നാവുമെന്ന് അറിയില്ല. എങ്കിലും കൂടിയിട്ട് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കാണിക്കുകയാണ്. പിന്നെ നമ്മൾ ലോറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ലോറി എല്ലാവരും നിഗമനം പോലെ തന്നെയാണ്. ആ ഒരു ഭാഗത്തേക്ക് റോഡ് സൈഡിൽ നിന്ന് മണ്ണ് വാരിയിട്ടു. വാഹനം അവിടെ താഴെ ഉണ്ടായിരുന്നു. അത് തൽക്കാലം ഇന്നവിടെ കണ്ടെത്തി, അവിടെ ഉണ്ട് എന്ന് അവർ അനുമാനിക്കണ്. ഇനി നാളെ വീണ്ടും തെരച്ചിൽ തുടരും. അതുപോലെ തന്നെ ആ ഒരു മരങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതൊക്കെ കടപുഴകി വന്ന മരങ്ങളാണ്. കടപുഴകി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കൊക്കെ കല്ല് തെറിച്ചിട്ട് ആ മരത്തിൻ്റെ മുകളിലൊക്കെ പാടുകൾ കാണുന്നുണ്ട്. നോർമലി ഒരു പുഴയിൽ ആ ഒരു മണ്ണിടിച്ചിലുണ്ടായത് കൊണ്ട് അത്രത്തോളം വെള്ളം. പിന്നെ ഇവിടെ ഈ ഒരു ലൈന് നിങ്ങൾ കാണുന്നുണ്ട്. ആ ലൈനിൻ്റെ ബാക്കിയാണ് അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ലൈന് വീണിട്ട് കാണുന്നത്. അവിടെ നിന്ന് ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു ടവർ ഉണ്ടായിരുന്നു. ആ ടവറും വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. ടവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ മിഡിലായിട്ട് വരുന്നത്. നല്ല കാലാവസ്ഥ പ്രതികൂലമാണ്, നല്ല കാറ്റും മഴയാണ്. മീഡിയാസുകളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കോൺക്രീറ്റ് ഭിത്തിയാണ്. ആ അഴുക്കുചാലിന് കുറുകയായിട്ടുണ്ടായിട്ടുള്ള ഒരു ബാരിക്കേഡ് ഇടിച്ച് തകർത്ത് പോയേക്കാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, ഇവിടെ ആ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആ വെള്ളത്തിൽ ഒലിച്ച് വന്നിട്ടാണ് പിന്നെ പുഴയിലേക്ക് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 25 മീറ്റർ വീതി ഉണ്ടാവും ആ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഈ കല്ലുകൾ അപ്പുറത്ത് നമ്മൾ കണ്ടിട്ടുള്ള വീടിൻ്റെ കല്ലുകളും അതിൻ്റെ കോൺക്രീറ്റ് ഭിത്തികളൊക്കെയാണ് ഇത്രത്തോളം ഒലിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ഭയാനകരമായിരിക്കും ആ സമയത്ത് നടന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചൊരു വീഡിയോ ഇന്നലെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു സ്ഫോടനം നടക്കുന്നതും ആ സ്ഫോടനത്തിൽ പിന്നെ പുകപടലുകൾ ഉണ്ടാവുന്നൊരു ഭയാനകരമായിട്ടുള്ള ദൃശ്യം. കോൺക്രീറ്റ് ഭിത്തികളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാൻ പറ്റുന്ന ഒരൊറ്റ സംഗതിയേ ഉള്ളൂ. അത് അത്രയും ഒരു പിന്നെ ഭയാനകരമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി അവിടെ നടന്നിട്ടുണ്ട്. ഈ വീടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. ബൈക്കുകളും പാത്രങ്ങളും അവരുടെ എന്താ പറയുക ഈ ടോയ്ലറ്റിൻ്റെ ഭിത്തികളും. ഞാൻ ഒരു വീഡിയോ പിന്നെ വീടിൻ്റെ തറ കാണിച്ചു തരാം. ബെൽറ്റ് മാത്രം ബാക്കിയാക്കിയിട്ടുള്ളൂ അവിടെ. നമ്മൾ മനുഷ്യൻ പോലും ജോലി ചെയ്താൽ എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റും തോന്നണില്ല. അത്രത്തോളം വൃത്തിയിൽ ആ വീട് തുടച്ച് മാറ്റി പോയേക്കാണ്. ഇവിടെയൊക്കെ ലൈനൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ താഴെ. അപ്പോൾ ഇന്നത്തെ ദൗത്യം നിർത്തിവെച്ച് പോയിട്ടുണ്ട്. രാത്രി പണി തുറന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് 9ാമത്തെ ദിവസവും അവസാനിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. വണ്ടി അവിടെ കണ്ടെത്തി എന്നുള്ളൊരു സൂചന ഉണ്ട്. റഡാർ സിഗ്നലൊക്കെ ലഭിച്ചിട്ടുണ്ട്. അവിടെ തന്നെയാണ് എന്നുള്ളത്. പിന്നെ അർജുൻ്റെ ലോറിയുടെ മരം കെട്ടിയിട്ടുണ്ടായിരുന്ന കയറും കണ്ടെത്തി എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇനി നമുക്ക് പ്രാർത്ഥനയിൽ തന്നെ ഇരിക്കാം. ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെ വാഹനം കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നാളെ ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിച്ചാൽ, ഞാൻ നിർബന്ധിക്കല്ല, ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപകാരപ്രദമായിരിക്കും. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദ വിവരങ്ങൾ നമ്മൾ വീഡിയോ വഴി കാണിക്കുന്നതാണ്. ഓക്കെ, ബൈ.